നമസ്കാരം, ഞാൻ ലാലടകം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കാഴ്ചകൾ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന ഇക്കൊല്ലം പൊരിക്കും പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോകാം. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം അങ്ങോട്ട്. കൊല്ലം പൊരിക്കും പുതിയ അധ്യായത്തിൽ പുതിയൊരാളെ നമ്മൾ പരിചയപ്പെടുകയാണ്. പേര് ചോദിക്കാം. തീർത്ഥ എന്നാണ് പേര്. അദ്ദേഹം ഒരു വലിയ കടമ്പ കടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം അവരുടെ ഫാമിലിയുടെ മുഖത്തുണ്ട്. നമുക്ക് ചോദിക്കാം, എന്തായിരുന്നു? മോള് കാട്ടക്കട സബ് ജില്ലയിൽ നിന്നാണ് വന്നത്. കാട്ടക്കട സബ് ജില്ലയിൽ ഭരതനാട്യത്തിനും ഫോക്കിനും ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ ജില്ലയിൽ വന്നപ്പോഴത്തേക്കും 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഫോക്കിന്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അപ്പീൽ പോയി. പക്ഷേ അപ്പീൽ കമ്മിറ്റിക്ക് 7ാം സ്ഥാനമായത് കാരണം അപ്പീൽ ലഭിച്ചില്ല. അത് കാരണം ഞങ്ങൾ കോർട്ട് ഓർഡർ വാങ്ങിയാണ് സംസ്ഥാന കല. അതൊരു ആഗ്രഹമായിരുന്നു. +2 പഠിക്കുകയാണ്. വളരെ ഒത്തിരി പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. അപ്പോൾ ഇതൊരു സ്വപ്നം തന്നെയായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയും നേടിയെടുക്കണം എന്ന അതിയായ ആഗ്രഹം കാരണം കോർട്ട് ഓർഡർ ഞങ്ങൾ പാരൻസ് അതിന് ഇൻട്രസ്റ്റ് എടുത്ത് നിൽക്കുകയും അങ്ങനെ ഞങ്ങൾ കോർട്ട് ഓർഡറുമായിട്ട് വരികയും ഈ 6 പേരെയും പിന്തള്ളിക്കൊണ്ട് 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അങ്ങനെ വലിയൊരു അഭിനന്ദനം ജനമിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് കലാപ്രതിഭ. നമുക്ക് ചോദിക്കാം, ഈ സമയത്ത് മനസ്സിൽ എന്താണ്? സത്യം പറഞ്ഞാൽ കിട്ടാത്ത സമയത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം വളരെ സന്തോഷമുണ്ട്. കാര്യം ഒരു പ്രതിഭ ഫ്രണ്ടിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവ് കൊണ്ടല്ല, അതിന് ബാക്കിൽ നിന്ന് ഒരു വലിയ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഫ്രണ്ടിലേക്ക് വരാറുള്ളൂ. അപ്പോൾ അച്ഛൻ എന്ത് പറയും? എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. മോളെ സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമല്ല. ഞാനൊരു എക്സർസൈസ് മാനാണ്. മോള് കലാവാസനമുള്ള ആളായതുകൊണ്ട് മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാനമായും ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് 13 വർഷമായി മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായ അഞ്ജു, ആതിര, ഇവർ എല്ലാറ്റിനും ടീച്ചർ എന്നത് മാത്രമല്ല പാരൻസ് തന്നെയാണ്. ഞങ്ങളെക്കാളും അത്രയും സ്നേഹത്തോടെയും സപ്പോർട്ടും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ മാർലൂർ സ്കൂളിൽ ടീച്ചേഴ്സ്, ഇവിടെ +2 പഠിപ്പിക്കുന്ന അജിത് സാറ്, സുചിത്ര ടീച്ചർ, പ്രിൻസിപ്പൽ മഹേഷ് സാറ്, ഇവരെയൊക്കെ എടുത്ത് പറയേണ്ട വ്യക്തികൾ തന്നെയാണ്. അവരുടെയൊക്കെ സപ്പോർട്ട് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഈ ഒരു സിറ്റുവേഷനിൽ വളരെ സന്തോഷം. കാരണം ഒരു 7th പൊസിഷനിൽ, ജില്ലയിൽ 7th പൊസിഷനിൽ നിന്ന് ഒരു അതിൽ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയെ ബീറ്റ് ചെയ്ത് മുന്നേറാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അതിനോട് ഈശ്വരനോട് നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും മാറനല്ലൂർ DVM NNM ഹയർ സെക്കൻഡറി സ്കൂള്, അത് ആ സ്കൂളിന് ഇപ്പോൾ ഇരട്ടി മധുരമായിരിക്കുകയാണ്. കാരണം ആ ജില്ലയിൽ തന്നെ അഭിമാനിക്കാൻ തക്കവണ്ണമുള്ളൊരു നേട്ടം തീർത്ഥയിലൂടെ ലഭിച്ചിരിക്കുന്നു. ഞാൻ പഠിച്ചതും ആ സ്കൂളിലാണ്. ഇത്രയും പേരെ പുറകിലാക്കിക്കൊണ്ട് A ഗ്രേഡ് കരസ്ഥമാക്കി കാട്ടാക്കട സബ് ജില്ലയ്ക്ക് തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് തീർത്ഥ. എന്തായാലും നമ്മുടെ ഫ്രെയിമിൽ വന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ഉത്തരോത്തരം ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. കലോത്സവ കാഴ്ചകളിൽ ഒരു വളരെ പ്രത്യേകത ഉള്ള ഒരു സ്റ്റോളുണ്ട്. ഇവിടെ ഒരു വനിതയാണ് നടത്തുന്നത്. കുടുംബശ്രീയുടെ ഭാഗമായ ഒരാളാണ്. കേരളീയം അടക്കമുള്ള മേളകൾക്ക് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. നമുക്ക് പരിചയപ്പെടാൻ. ചേച്ചി, പേരൊക്കെ പറയാം. എൻ്റെ പേര് ശശികല, കല്ലന്താഴത്താണ് വീട്. എത്ര വർഷമായി നമ്മൾ ഈ സ്റ്റോളൊക്കെ നടത്തുന്നത്? 7 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീയിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞ്. നല്ല ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ പുരസ്കാരമൊക്കെ കിട്ടിയത് എവിടെ വെച്ചായിരുന്നു? ആരിൽ നിന്നാണ് മേടിച്ചതൊക്കെ? MGM സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമിൽ കേന്ദ്രമന്ത്രി K മുരളീധരൻ സാറിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു പുരസ്കാരം കിട്ടി. ഇന്ന് ഇവിടുത്തെ നമ്മുടെ കലോത്സവത്തിന് വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയും. വളരെ നല്ല അനുഭവമാണ്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ, കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ളവർ വന്ന് ഭക്ഷണം കഴിക്കുകയും വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അതിൽ വളരെ സന്തോഷമുണ്ട്, തൃപ്തിയുണ്ട്.
ഞാൻ 7 വർഷം കൊണ്ട് കൊല്ലം ബീച്ചിൽ പായസം, ചുക്ക് കാപ്പി, ഇലയപ്പം, ഉണ്ണിയപ്പം എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എവിടെല്ലാം ഏതെല്ലാം മേളകളിൽ പോയാലും ബീച്ചിൽ ഞാൻ ഒരിക്കലും മറക്കാറില്ല. കാരണം ബീച്ചിൽ പോയാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തിയത്. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഈ ഫീൽഡിലേക്ക് എന്നെ കൊണ്ടുവന്നത് എൻ്റെ ഭർത്താവാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ അമ്മയുമാണ്. അപ്പോൾ ചേട്ടൻ എവിടെയാണ്? ചേട്ടാ ഒരു ഹായ് തന്നേരെ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ. ഇതാണ് ഇപ്പോൾ പറഞ്ഞ ആ പുരുഷൻ, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ മനുഷ്യനെ കൂടെ നമ്മൾ ഫ്രെയിമിൽ കാണിക്കുകയാണ്. എന്തായാലും അടുത്ത ഒരു മേള കാഴ്ചയിൽ നമുക്ക് ചേച്ചിയെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ചേച്ചി, വലിയ സന്തോഷം കണ്ടുമുട്ടിയതിൽ, പരിചയപ്പെട്ടതിൽ. കൊല്ലം പൊരിക്കും. ഇതൊരു ഉത്സവമാണ്, കലകളുടെ ഒരു ഉത്സവമാണിത്. അപ്പോൾ ഇത് നമ്മളുടെ കൊല്ലം ജില്ലയിൽ വന്നതിൽ ഈ 14 വർഷത്തിന് ശേഷം 14 വർഷത്തിലൊരിക്കൽ കൊല്ലം ജില്ലയിൽ വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കുടുംബസമേതം ഇന്ന് വന്നതാണ്. ഹോളിഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ഹോളിഡേയ്സിലേ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത്. മികച്ച പ്രകടനങ്ങളാണ് കണ്ടത്. ഭരതനാട്യം വേദിയിലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഏകദേശം 23ഓളം പ്രകടനങ്ങൾ കണ്ടു. അതെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. കൊല്ലം പൊരിക്കും. എനിക്കിഷ്ടപ്പെട്ടു, വളരെ നല്ലതാണ്. 6 വയസ്സുള്ള ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യും, പിന്നെ മോണോ ആക്ടൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പോൾ വയലിൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ മാതാ കോളേജ് SSLC +2 VHSC കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോടുകൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള UGC അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ BSc ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ECG ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്, MRI സ്കാൻ ടെക്നീഷ്യൻ, ICU അസിസ്റ്റന്റ്, ANM ആൻഡ് GNM, മികച്ച ലബോറട്ടറി, എക്സ്റേ ആൻഡ് ECG സംവിധാനം, മികച്ച അധ്യാപകരാൽ അച്ചടക്കമുള്ള ക്ലാസുകൾ, സെമിനാറുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ലോൺ സൗകര്യം ലഭ്യമാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യമായി സർട്ടിഫിക്കറ്റോടുകൂടിയ കമ്പ്യൂട്ടർ ക്ലാസുകൾ, ഹോസ്റ്റൽ ഫെസിലിറ്റി ഫോർ ഗേൾസ്, എക്സലൻസ് ഓഫ് 23 years. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹെലൻസ് ഹോസ്പിറ്റൽ, കള്ളിക്കാട്. മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അണ്ടർ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ, ചുണ്ടുപലക, കാട്ടാക്കട, ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, തിരുവനന്തപുരം. ബ്രാഞ്ചുകൾ മലപ്പുറം, പത്തനംതിട്ട. അപ്പോൾ ഈ കാഴ്ചകൾ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ പുതുമയാർന്ന കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ കൊല്ലത്ത് സംസ്ഥാന കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ദേവദത്തിനൊപ്പം ലാലഴകം തൽക്കാലം സൈനിങ് ഓഫ്.